ഇപ്പോൾ 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വർക്കല ശിവഗിരിയിൽ പ്രസംഗിക്കുകയാണ്. അതിൻ്റെ തത്സമയം പ്രവർത്തിച്ചത് ജീവിത ചുറ്റുപാടുകളിൽ കാണുകയും അനുഭവിക്കാനിടയാവുകയും ചെയ്ത അസംബന്ധ പ്രവണതകൾക്കെതിരെയായിരുന്നു അദ്ദേഹം ഓരോ വാക്കും ഉരുവിട്ടത്. ദൈവദശകമോ ദർശനമാലയോ ആത്മോപദേശതകമോ അനുകമ്പാ ദശകമോ പോലുള്ള കൃതികൾ രചിച്ചതും ഇത്തരം അനുഭവ സാക്ഷ്യത്തിൽ നിന്നാണ്. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയിൽ പറഞ്ഞ സോദരത്വേന പല രൂപങ്ങളിൽ ഗുരുവിൻ്റെ എല്ലാ കൃതികളുടെയും അന്തർധാരയായി പ്രവഹിക്കുകയും ചെയ്തു. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയോടെയാണ് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം കേരളീയ നവോത്ഥാനം ആരംഭിക്കുന്നത് എന്ന കാര്യം നമുക്കറിവുള്ളതാണല്ലോ. ഈ പ്രതിഷ്ഠയിലൂടെ ഗുരു നൽകിയത് അന്ന് നിലനിന്നിരുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ തകർക്കുക എന്ന സന്ദേശം തന്നെയായിരുന്നു. ജാതി വ്യത്യാസത്തിൻ്റെ കന്മതിലുകൾ തീർത്ത ഈ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടല്ലാതെ സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല എന്ന് ഗുരുവിനറിയാമായിരുന്നു. അങ്ങനെ പ്രതീകാത്മകമായ ഒരു വിപ്ലവത്തിന് പ്രാരംഭം കുറിക്കുകയായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരു ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.